രാജ്യത്തെ യുവാക്കൾ, അവർ ജൻസികൾ ഒരു കൊടുങ്കാറ്റായി അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട്, എന്നാൽ രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് വരുന്നുണ്ട്, ആരവമുയർത്തിക്കൊണ്ട്. അത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കണ്ടതുപോലെ അനാശാസങ്ങളുടെ, വിദേശ പണത്തിൻ്റെ കൊഴുപ്പിൻ്റെ ഒന്നുമല്ല. ശരിയായ ജൻസികൾ, ജീവിതത്തിന് വേണ്ടിയിട്ട് നിരന്തരമായ പോരാട്ടത്തിനൊരുങ്ങുന്ന യുവാക്കൾ. അവർ പറയുന്നു, ഇവിടെ മതം പാടില്ല, ഇവിടെ രാഷ്ട്രവിരുദ്ധത പാടില്ല, ഞങ്ങൾ നീതിക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഈ വ്യവസ്ഥിതി ഞങ്ങളെ നിരന്തരമായി തഴഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. അതെ, തൊഴിൽ എന്നത് ജീവിക്കാനുള്ള അവകാശം തന്നെയാണ്. ആർട്ടിക്കിൾ 21 പറയുന്നതാണ് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാൻ. അതിൻ്റെ വ്യാഖ്യാനം കൃത്യമായിട്ട് പല വിധികളിലായി കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ജീവിക്കാൻ പ്രതിബന്ധമായിട്ട് എന്തൊക്കെ നിൽക്കുന്നോ അതിനെയെല്ലാം തൂത്തെറിയാനുള്ള അധികാര ശക്തി അത് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ആർട്ടിക്കിളിലാണ്. ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം എന്ന് പറയും. അതിനകത്ത് എല്ലാം ഒരുക്കിയിരിക്കുന്നു നമ്മളുടെ ഭരണഘടന എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിയമവ്യവസ്ഥ ഉണ്ടായിട്ടും നീതി നിഷേധം എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ജാർഖണ്ഡിലെ യുവാക്കൾ സമരം ചെയ്യുന്നത്. ദേവേന്ദ്രനാഥ് മഹ്തോയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്നു. അമേരിക്കയിൽ നിന്ന് കെട്ടിയിറക്കിയ ആളല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സെല്ലിൻ്റെ കൺവീനറോ കോർഡിനേറ്ററോ ആയിരുന്നില്ല, ആരും ഗാർഡിയനായി വന്നു നിൽക്കാനില്ല. ഉള്ളത് കയ്യിൽ ചങ്കൂറ്റമുണ്ട്, പഠിച്ചെടുത്ത അറിവുണ്ട്, നാടിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്ത ബോധമുണ്ട്. അത്രയും മതി ഈ നാടിന് വേണ്ടി, എൻ്റെ ജനതയ്ക്ക് വേണ്ടി, എനിക്ക് കൂടെയുള്ളവർക്ക് വേണ്ടി, ഈ നാട്ടിൻ്റെ യുവതയ്ക്ക് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യാൻ എന്ന് ദേവേന്ദ്രനാഥ് മഹതോ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുദ്രാവാക്യം ഉയർത്താൻ വരുന്നവർ, രാജ്യത്തിനെതിരായ മുദ്രാവാക്യം ഉയർത്താൻ വന്നാൽ അതിനെ ഞങ്ങൾ തടയും എന്ന് ആർജവത്തോടു കൂടി പറയുന്ന. ഇന്ന് 10ാം ദിവസമാണ് ആ ഉപവാസത്തിന്. ദിവസങ്ങളിൽ ഓരോ ദിവസവും മിനിറ്റുകൾ ഇടവിട്ട് സോനം വാങ്ചുക്കിൻ്റെ ഭാരമളർന്ന് എത്ര കിലോ കുറഞ്ഞു എന്ന് അടയാളപ്പെടുത്തിയിരുന്ന മാധ്യമങ്ങളുണ്ടല്ലോ കേരളത്തിലടക്കം, ഏത് വിടുപണിയും ചെയ്യുന്ന മാപ്രക്കൂട്ടം. ആ മാപ്രക്കൂട്ടം കാണാതെ പോയ ഒരു പേര് കൂടിയാണ് ഇത് എന്നുള്ളതാണ് ദേവേന്ദ്രനാഥ് മഹതോയുടെ. ദേവേന്ദ്രനാഥ് മഹതോ ഇന്ന് 10ാം ദിവസം ഈ നിരാഹാരം കിടക്കുമ്പോൾ 10ലേറെ കിലോയാണ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ഊർജമാകെ ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിനെതിരായിട്ടുള്ള സമരം മാത്രമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഹേമന്ത് സോറൻ്റെ സർക്കാരിനെ താഴെ ഇറക്കുകയല്ല അവരുടെ ലക്ഷ്യം. അവർ പറയുന്നില്ല ജാർഖണ്ഡ് മുടിയട്ടെ, ജാർഖണ്ഡ് നശിക്കട്ടെ, ജാർഖണ്ഡിനെ തുണ്ടം തുണ്ടമാക്കട്ടെ, ജാർഖണ്ഡിനെ ചൈനയ്ക്ക് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ജാർഖണ്ഡിനെ ബംഗ്ലാദേശിന് കൊടുക്കട്ടെ, മ്യാൻമാറിന് കൊടുക്കട്ടെ എന്നൊന്നും അവർ പറയുന്നില്ല. അവർ പറയുന്നു, ഷിബു സോറൻ്റെ പടമെടുത്ത് ഉയർത്തിയിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. അവർ ആ ചിത്രമെടുത്ത് ഉയർത്തിയിട്ട് പറയുന്നു, ജാർഖണ്ഡാക്കി മാറ്റിയ ആ വലിയ മനുഷ്യൻ്റെ ചിത്രം കയ്യിലേന്തിയാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് വലിയ വിശ്വാസമാണ് ഈ പറയുന്ന നാടിനോടുള്ളത് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവർക്ക് ഈ നാടിനെ തള്ളിപ്പറയാനുള്ള ഒരു തരത്തിലുള്ള ശ്രമവുമില്ല. അവർ മറിച്ച് ചെയ്യുന്നത് വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടിയാണ്. ദിശോം ഗുരു എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, ദിശോം ഗുരു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോരാട്ടങ്ങളുടെയൊക്കെ നെടുനായകത്വം വരിച്ച മനുഷ്യനാണ് ഷിബു സോറൻ എന്നുള്ളത്. ഷിബു സോറൻ്റെ മകൻ ഹേമന്ത് സോറൻ ഭരിക്കുമ്പോൾ ആ ഫോട്ടോ എടുത്ത് സമരത്തിൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ ഹേമന്ത് സോറനെ പൊള്ളുന്നുണ്ട്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, അച്ഛൻ പാലിച്ചു വന്നിട്ടുള്ള ആ ഒരു നീതിയുടെ വാക്കുകളുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം താൻ മാറിപ്പോയി. ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്നുകൊണ്ട് അനീതിക്ക് കൂട്ടുനിൽക്കാൻ, കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ താൻ ബലിയാടാക്കപ്പെടുന്നു എന്നൊരു കുറ്റബോധം കൂടി ഹേമന്ത് സോറൻ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സർക്കാരിനെതിരായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നതെങ്കിലും അരാജകത്വമോ കുഴപ്പങ്ങൾക്കോ വഴി തുറക്കാനല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എന്ന കൃത്യമായ നിർദ്ദേശം നേതൃത്വത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഈ പ്രക്ഷോഭങ്ങളുടെ കാരണം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അവിടുത്തെ ജാർഖണ്ഡിലെ PSC, JSSC, അതായത് ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതുപോലെയൊക്കെയുള്ള ഈ സംവിധാനങ്ങളിൽ ശരിയായിട്ടല്ല പരീക്ഷാ തട്ടിപ്പുകൾ, പേപ്പർ ചോർച്ച, ഫലപ്രഖ്യാപനത്തിനും നിയമനത്തിനുമുള്ള കാലതാമസം. നമ്മൾ ഇവിടേക്ക് നേരിടുന്ന അതേ പ്രശ്നം തന്നെ. അവസാനത്തെ ചാൻസിൽ ഒരു ലിസ്റ്റിൽ കയറിപ്പറ്റിയിരിക്കുന്നു. ആ ലിസ്റ്റ് കാലാവധി തീർന്ന് പെട്ടിയും പടവും മുടക്കി പോവുകയാണ്. അവർക്ക് നിയമനമില്ല. 10-36 വയസ്സ് കഴിഞ്ഞു. ഈ ജോലിക്ക്, സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം തുലാസിൽ, അത് കിട്ടിയില്ല, ഇനി പോയി കഴിഞ്ഞു, പ്രായം കഴിഞ്ഞു പോയി എന്നാണ്.
പിന്നെ ഈ പ്രാദേശികമായിട്ടുള്ള തൊഴിൽ റിസർവേഷനുണ്ട്, അതിൽ പോലും ശരിയായ മുൻഗണന ലഭിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യുവജനങ്ങൾ നിരാശയിലേക്ക് പോകുന്നു, സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ ഏർപ്പെടും. അതങ്ങനെ അവർക്ക് ജീവിതത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ആത്മഹത്യ കൂടുന്നു, ഇല്ലെങ്കിൽ സ്വൈര ജീവിതം, സമാധാനം, വിദ്യാഭ്യാസ സാധ്യതകൾ ഇതെല്ലാം തന്നെ മങ്ങിപ്പോകുന്ന ഒരു വിദ്യാഭ്യാസം ചെയ്തിട്ട് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത്, എൻ്റെ അയൽവാസി വിദ്യാഭ്യാസം ചെയ്തു, അവൻ PSC പരീക്ഷ എഴുതി നേടി, എന്നിട്ടും അവന് ജോലി കിട്ടിയില്ല. പിന്നെ ഞാൻ പഠിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ജാർഖണ്ഡിലെ യുവാക്കളെ തള്ളിവിടാനായിട്ട് ആ സർക്കാരിൻ്റെ തെറ്റായ സമീപനങ്ങൾക്ക് കാരണമായി എന്ന് യുവാക്കൾ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഇതൊരു പ്രത്യയശാസ്ത്രപരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്ന ഒരുപാട് മുറവിളികൾക്ക് ശേഷമാണ് സാധാരണക്കാരായ പാവപ്പെട്ടവരായ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് ഉയർത്തിക്കൊണ്ടാണ് ഒരു സംസ്ഥാനം രൂപീകരിച്ചു കൊണ്ടുവന്നത്. ആ സംസ്ഥാനത്ത് എന്നിട്ടും അനീതി വാഴുന്നു എന്നുള്ളത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ സമ്മർദ്ദം, ധാർമ്മികമായ സമ്മർദ്ദം ഹേമന്ത് സോറിന് നേർക്കുണ്ടാകുന്നു. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു പോലീസ് വാഹനവും തകർക്കില്ല, ഞങ്ങൾ ഹേമന്ത് സോറിനെ ആക്രമിക്കില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുണ്ടാവില്ല, പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നപരിഹാരം വേണം. അങ്ങനെയാണ് വലിയ സമ്മർദ്ദം സർക്കാരിലേക്ക് വരുന്ന. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന, യുവാക്കൾ പങ്കെടുക്കുന്ന പടുകൂറ്റൻ റാലികളാണ് ജാർഖണ്ഡിൽ നിരന്തരം നടക്കുന്നത്. 4, 3, 7 പാറ്റകളും പിന്നെ ISIയുടെ പിന്തുണയും പണവും വാങ്ങിച്ചുകൊണ്ട് വരുന്ന അക്രമകാരികളും അവസാനത്തെ കലാപം കാണാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള പാറ്റകളെ കാണാൻ വേണ്ടിയിട്ട് നബി പറഞ്ഞയച്ചതുപോലെ അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ തീവ്രവാദ മനസ്ഥിതിയുള്ളവനും BJP ജയിച്ചതുകൊണ്ട് ഇനി എന്നും ഇവിടെ സമരം ഉണ്ടാകും, അവർക്ക് 3 സീറ്റ് കിട്ടിയില്ല, ഇനി എന്നും ഇതുപോലത്തെ അവസ്ഥയാവുമെന്ന് പൊന്നാനിയിൽ നിന്ന് കുറേ വർഗീയവാദി പിള്ളേർ ഡൽഹിയിൽ ചെന്ന് പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒന്നുമല്ല ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്തരം ഒരു അക്രമത്തിനോ രാജ്യത്ത് വിരുദ്ധ പ്രവർത്തനത്തിനോ മതപരമായിട്ടുള്ള പരിപാടികൾക്കോ ഞങ്ങളില്ല. ഞങ്ങൾ പക്ഷേ നീതിക്ക് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, മറുപടി തന്നേ പറ്റൂ എന്നവർ ആണയിട്ട് പറയുകയാണ്. ഏതായാലും വെറും ഒരു പ്രതിഷേധ മാർച്ചിൻ്റെ വിവരണം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അത് രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയും പരീക്ഷാ സംവിധാനങ്ങളിലെ വിശ്വാസമില്ലായ്മയും ഒക്കെ എപ്രകാരം ചോദ്യം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ചോദ്യം ചെയ്യണം എന്നുള്ളതിൻ്റെ മാതൃക കൂടിയാണ് ജാർഖണ്ഡിലെ യുവാക്കൾ കാണിച്ചു തരുന്നത്. പാകിസ്ഥാൻ്റെ കിമ്പളം വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കിക്കളയാൻ നേപ്പാൾ ഇവിടെ ആവർത്തിക്കും, പാർലമെന്റ് പീരങ്കി വെച്ച് തകർക്കും, നരേന്ദ്രമോദിയുടെ നെറ്റിക്ക് വെടിവെക്കും എന്ന് പറയുന്ന തീവ്രവാദി കുഞ്ഞുങ്ങളല്ല ഞങ്ങൾ എന്ന പൂർണ്ണ ബോധ്യമുള്ള യുവാക്കൾ നടത്തുന്ന, ആമ്പിള്ളേർ നടത്തുന്ന സമരം ഇതാണ്. നിന്നെയൊക്കെ പോലെ ഒന്നുമല്ലാത്തതുങ്ങൾ സമരം നടത്തുമ്പോൾ കലാപവും അക്രമവുമായിരിക്കും. ശരിയായ സമരം എങ്ങനെയെന്ന് നോക്കൂ, അത് സർഗാത്മകമായ, ക്രിയാത്മകമായ, നിരന്തരമായിട്ടുള്ള പുനർനിർമ്മാണം കൂടിയാണ് എന്ന് ജാർഖണ്ഡിലെ യുവാക്കൾ കാണിച്ചു തരുന്നു. CJPയുടെ കൂറക്കൂട്ടങ്ങൾക്ക് ഉള്ള ശരിയായ മറുപടി രാജ്യത്തെ യുവാക്കൾ നൽകുന്നു. പ്രശ്നം പരിഹരിക്കുന്നത് രാഷ്ട്ര നശീകരണത്തിലൂടെയല്ല, രാഷ്ട്ര പുനർനിർമ്മാണത്തിലൂടെയാണെന്ന് അവർ മാതൃക കാണിക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.